നമസ്കാരം. തെന്നാലി രാമൻ കഥകളിലെ 7ാമത്തെ കഥ. രാജ്യത്ത് പുതിയൊരു ശല്യം. എലികളുടെ എണ്ണം വളരെയേറെ പെരുകിയിരിക്കുന്നു. അവ മനുഷ്യർക്കുള്ള ആഹാരപദാർത്ഥങ്ങൾ കട്ട് തിന്നുന്നതും പോട്ടെ, കൊച്ചു കുഞ്ഞുങ്ങളെ കടിക്കുകയും ചെയ്യുന്നു. ആ ദുസ്ഥിതിക്ക് ഒരു പരിഹാരം കണ്ടുപിടിച്ചു ചക്രവർത്തി. അദ്ദേഹം പരദേശത്ത് നിന്ന് 1000 പൂച്ചകളെ വരുത്തി. നാടൻ പൂച്ചകളെക്കാൾ ശൗര്യവും ശക്തിയുമുള്ള പരദേശി പൂച്ചകൾ. 1000 പൂച്ചകളെ ഒന്നിച്ച് കൊട്ടാരത്തിൽ പാർപ്പിക്കാനൊക്കുമോ? എലിശല്യം കൊട്ടാരത്തിൽ മാത്രമല്ല താനും. ഓരോ വീട്ടിലും ഓരോ പൂച്ചയെ നോക്കണം. അതായി ചക്രവർത്തിയുടെ കൽപ്പന. പൂച്ചയ്ക്ക് പാൽ കൊടുക്കാതെ നിവർത്തിയില്ലല്ലോ. ഓരോ വീട്ടുടമസ്ഥനും ഒരു പശുവിനെ കൂടി കൊടുക്കണം. പശുവിൻ്റെ ചെലവ് ഭരണകൂടം വഹിക്കണം. അത് നിശ്ചയിച്ചു ചക്രവർത്തി. എന്തിനാണ് ആ ഏർപ്പാട്? വീട്ടിലെ പൂച്ചയ്ക്ക് പാൽ കുടിക്കണം. രാമനും ഒരു പൂച്ചയെയും ഒരു പശുവിനെയും കിട്ടി. പൂച്ചയുടെ സ്ഥിതി എന്തുമാകട്ടെ, തനിക്കും കുടുംബക്കാർക്കും ധാരാളം പാൽ കുടിക്കണം. അതിനുള്ള പണി ആദ്യ ദിവസം തന്നെ രാമൻ പറ്റിച്ചു. അയാൾ വളരെ നേരം പൂച്ചയ്ക്ക് പാൽ കൊടുക്കാതിരുന്നു. അതിനുശേഷം ഒരു പരന്ന പാത്രത്തിൽ പാലൊഴിച്ചു. വളരെ ചൂടുള്ള പാലായിരുന്നു. പാൽപാത്രം പൂച്ചയുടെ മുമ്പിൽ വെച്ചു. പൂച്ച അത്യാർത്തിയോടെ പാൽ നക്കി. ഒരേ ഒരു പ്രാവശ്യം മാത്രം. അത് തിരിഞ്ഞൊരോട്ടം. അതിൻ്റെ ചുണ്ടും നാക്കുമൊക്കെ പൊള്ളിയിരിക്കുന്നു. പിറ്റേ ദിവസം രാമൻ പൂച്ചയ്ക്ക് തിളപ്പിക്കാത്ത തണുത്ത പാൽ വെച്ചു കൊടുത്തു. അപ്പോഴും പൂച്ച കുടിക്കാതെ ഒരൊറ്റ ഓട്ടം. തലേനാളത്തെ അനുഭവം ഓർമ്മയുണ്ട്. ഇനിമേൽ അതിന് പാല് വേണ്ട, പൊള്ളുമെന്ന പേടി. അതുതന്നെയാണ് രാമന് വേണ്ടതും. മാസങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ അതാ വരുന്നു ചക്രവർത്തിയുടെ ആജ്ഞ. ഉടമസ്ഥന്മാർ പൂച്ചകളെ കൊട്ടാരത്തിൽ കൊണ്ടു ചെല്ലണം. ചക്രവർത്തിക്ക് നേരിട്ട് പരിശോധിക്കണമത്രേ. അങ്ങനെ കൊട്ടാരമുറ്റത്ത് അണിനിരന്നു ഉടമസ്ഥന്മാരും അവരുടെ പൂച്ചകളും. ചക്രവർത്തി പൂച്ചകളെ പരിശോധിച്ച് ചുറ്റി നടന്നു. എല്ലാം തടിച്ചു കൊഴുത്ത പൂച്ചകൾ. അല്ല, ഇതേത് എല്ലൻ പൂച്ച? മാംസമെന്നത് പൂച്ചയുടെ ദേഹത്ത് കാണുന്നില്ലല്ലോ. രോമവുമില്ല. രോമമെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ആരാണ് പൂച്ചയുടെ ഉടമസ്ഥൻ? രാജവിദൂഷകനായ രാമൻ. എന്താ രാമ, നിങ്ങളുടെ പൂച്ചയ്ക്ക് എന്തോ രോഗമാണോ? അതോ നിങ്ങൾ അതിന് പാല് കൊടുക്കുന്നില്ലേ? ചക്രവർത്തി അന്വേഷിച്ചു. തിരുമേനി, എൻ്റെ പൂച്ച പ്രത്യേക തരത്തിലുള്ള പൂച്ചയാണ്, പാല് കുടിക്കാത്ത പൂച്ച. രാമൻ നിരപരാധി എന്ന ഭാവത്തിൽ ഉത്തരം നൽകി. പാല് കുടിക്കാത്ത പൂച്ച പോലും അങ്ങനെയൊന്നുണ്ടോ? പരീക്ഷിച്ചറിയുക തന്നെ. രാമൻ പറഞ്ഞത് ശരിയാണെങ്കിലോ ചക്രവർത്തി അയാൾക്ക് 100 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനിക്കും. തെറ്റാണെങ്കിൽ 100 അടിയും. ആ കരാർ രാമന് സമ്മതമായി. ചക്രവർത്തി ഒരു പാത്രത്തിൽ ആറിയ 1-ാം തരം പാൽ വരുത്തി. പൂച്ചയെടുത്ത് പാൽപാത്രത്തിൽ വായ അമർത്താൻ ഭാവിച്ചു. ഭയന്നുപോയ പൂച്ച ചക്രവർത്തിയുടെ കയ്യിൽ നിന്നും കുതറി നിലത്ത് ചാടി ഓടിപ്പോയി. ഒടുവിൽ ചക്രവർത്തിക്ക് കാര്യം മനസ്സിലായി. രാമ, നിങ്ങൾ എന്ത് തോന്നിയാസമാണ് പ്രവർത്തിച്ചത്? പാവപ്പെട്ട മിണ്ടാപ്രാണിയെ ഭയപ്പെടുത്തുക, പോരെങ്കിൽ പൂച്ചയ്ക്കുള്ള പാൽ നിങ്ങൾ കുടിക്കുകയും. ഇതിന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? അദ്ദേഹം ചോദിച്ചു. പൂച്ചകൾക്ക് പാല് കൊടുക്കണം, ശരിയാണ്, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആദ്യം മനുഷ്യർക്ക് പാല് കിട്ടണം. അത് അവിടുത്തെ പ്രജകൾക്ക് ദുർലഭവുമാണ്. രാമൻ ചൂണ്ടിക്കാട്ടി. കൃഷ്ണദേവരായർ കരാറിൻ പ്രകാരം രാമന് 100 സ്വർണ്ണ നാണയങ്ങൾ നൽകി. അല്ലാതെന്തു ചെയ്യും? നന്ദി.